വെൽക്കം ബാക്ക് ടു ഡയറി. ഇന്ന് നമ്മൾ കൗണ്ടി കാർണോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാണ്. ഇവിടെ വള്ളംകളി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ വള്ളംകളി പോലത്തെ ഒരു ബോട്ടൊന്നുമല്ല, ഇവിടെ ഡ്രാഗൺ ബോട്ടാണ്. അപ്പോൾ dragonboat.i എന്ന് പറഞ്ഞ ഒരു അയർലൻഡിന്റെ അസോസിയേഷൻ നമ്മുടെ ഇന്ത്യൻസിന് വേണ്ടി ഒരുക്കിയ ഒരു വള്ളംകളി. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം അയർലൻഡ് എത്രമാത്രം ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചിന്തിക്കാം. സോ അതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ കോമ്പറ്റീഷൻ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്റ്റി ചായനും പിന്നെ എൻ്റെ പപ്പ നാട്ടിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വന്നിട്ട്, അപ്പൊ എൻ്റെ പപ്പയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അബ്രാം ചേട്ടൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, നമ്മുടെ നേരത്തെ വ്ളോഗിലുണ്ടായിരുന്ന അബ്രാം ചേട്ടനും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പച്ചാമ്പൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോളുകളും പിന്നെ എല്ലാവരുടെ ആർപ്പുവിളികളും ഓരോ പാട്ടുകളും വള്ളംകളിയുടെ സോങ്സ് ഓരോരുത്തരും ഓരോ പാട്ടുണ്ടാക്കും. അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, വീരും വാശിയും ഉള്ള ഒരു വള്ളംകളി മത്സരമാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഓൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് ഇവരുടെ വാമപ്പ് സെഷൻ. ഇവര് വാമപ്പാണോ തമാശക്കളിയാണോ നമുക്കറിയില്ല. എന്തായാലും ഇതാണ് അവരുടെ എക്സസൈസ്. ഇതാണ് നമ്മുടെ ടീം. കുഞ്ഞുഷായി പറഞ്ഞേ ഇത് മമ്മ. കുഞ്ഞിന്റെ ഇത് കാണിക്കോ, മെഷീൻ, ബബിൾ മെഷീൻ. ക്ലിക്ക് 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 ക്ലിക്ക്. ബബിൾ മെഷീൻ. എക്സസൈസ്. ത്രീ ബോട്ട്സ് ആണ്. 1, 2, 3. നമ്മള് ടീം 1 ആണ്. അവിടെ ഫുൾ ടീം ബാക്കിലുണ്ട്. നമുക്ക് മാത്രം വലിയ യൂണിഫോം ഒന്നും ഇല്ലാത്ത സാധാ ടീമാണ്. യൂണിഫോം ഇല്ലാത്ത ടീമായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ടീം. ഇതാണ്. പിന്നെ എന്ത് വിളിക്കും ഈ ടീമിനെ അറിയില്ല, ഇതിന് പേരൊന്നുമില്ല. Hands up in the air. I want to see green bands. You're not on the pontoons. Anybody who's going on the boat, 14 paddlers, one drummer. Who's your drummer? So you won't see those guys, okay? Let's go through. കണ്ടോ, നമ്മുടെ ടീം 1 ആണേ. നമ്മളേതാ ടീം? ടീം 1. Attention, go. Concentrate in the water, fully immersed. Planted in, like a spearing fish, put it back to your wrist. You came last time, right? Okay? Same place. So that's your starting. The drummer, you're following when this guy puts his സോ നമുക്കൊരു ഡ്രമ്മർ ഉണ്ട്. പിന്നെ ബാക്കി ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് അവർ hand on this side. ട്രെയിൻ ചെയ്തതിനനുസരിച്ച് അവർ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് റെഡി 1, 2, 3 സ്റ്റാർട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ റോ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ ടീമിനും അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനർ. ആ ട്രെയിനറാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. അതുപോലെ ഓരോ ടീമിനും ഓരോ ട്രെയിനേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉള്ളൊരു ഇവൻ്റാണ്. അത്യാവശ്യം മലയാളീസും ഇന്ത്യൻസും ഒത്തിരി പേരുണ്ട്. ഇവിടെ ഭയങ്കര
ഗെയിം സ്പിരിറ്റിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു 200 മീറ്റർ ഉണ്ടാവുള്ളൂ. ഇവിടുന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഫുള്ള് ഈ ചുറ്റിപ്പോയി ആ ഒരു സൈഡിൽ പോകും. ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഒരു 200 മീറ്റർ ഉള്ളൂ. ജസ്റ്റ് ഭയങ്കര ഷോർട്ട് ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിലാണ് റേസ് വരിക. അപ്പം നമുക്ക് നോക്കാം. ജാക്കറ്റ് ഒക്കെ ഇട്ടു എല്ലാവരും. ജാക്കറ്റ് ഒക്കെ ഇട്ട് വെസ്റ്റ് ഒക്കെ ഇട്ട് വെസ്റ്റ് കണ്ടോ. ബോട്ടിൽ പോകുമ്പോൾ സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. എല്ലാവരും അതിടണം. എല്ലാവരും ഇട്ടോ നോക്കി. കുഞ്ഞു നോക്കിക്കേ. ആരും ഇട്ടില്ല പറ. ഇടാൻ പറ. ഇട്ടില്ലെങ്കിൽ എല്ലാവരും ഇട്ടോ നോക്കി. അപ്പ ഇട്ടോ നോക്കിയേ. എവിടെയപ്പാ? As soon as you got the boy into the edge, back over into there. I'm worried about you. Stand in the shade. Check on you. Didi, Papa, iട്ടോ നോക്കി. On the right way around. അവർക്ക് ഓരോ ശ്ലോകനൊക്കെ ഉണ്ട്. RCP. Dance. നമുക്ക് പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും പാടില്ല. കോമ്പറ്റീഷനാണ് ഇത്. പാട്ട് കോമ്പറ്റീഷനാണോ ബോട്ട് കോമ്പറ്റീഷനാണോ എന്ന് മനസ്സിലാവണമെന്നില്ല. വാശിയേറിയ പാട്ട് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. 2 ടീമുകളും തമ്മിൽ. ഞങ്ങളുടെ തീം സോങ് കാക്കി കൂടെ എവിടെയാണ്. ഇതാണ് ഞങ്ങളുടെ തീം സോങ് കാക്കി കൂടെ ഇവിടെ. കുഞ്ഞിക്കറിയോ പാട്ട്? അപ്പൊ പാട്ട് പാടിക്കേ. ഓർക്ക പാട്. തീറ്റ കൊടുക്കാമോ കുഞ്ഞിക്കേട്ടന്? അറിയൂലേ? കുഞ്ഞിക്ക് വരെ അറിയാം ഞങ്ങളുടെ തീം സോങ്. അതാണ് ഞങ്ങളുടെ തീം സോങ്ങിന്റെ പ്രത്യേകത. കഞ്ചി ടിങ്ങ 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 ടിങ്ങ. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ബോട്ട്. ഇങ്ങനെ 1, 2 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്പർ 1 ആണ്. അപ്പം ഇതാണ് ഡ്രാഗൺ ബോട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പോൾ റെസ്ക്യൂവിനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് റെസ്ക്യൂ ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ ടീമുകളും ഓരോ റൗണ്ട് ഉണ്ട്. റൗണ്ടിൽ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ചെയ്യാണ്. ഒരു തരമാണ്. നമ്മുടെ കൂടെ മത്സ കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഇവരുടെ സിറ്റി വെസ്റ്റ് ആണെന്ന് തോന്നുന്നു. സിറ്റി വെസ്റ്റ് ടീം കയറാൻ പോവാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത ടീം. പിന്നെയാണ് നമ്മുടെ കാക്കി കൂടെ ടീം. നമ്മുടെ കാക്കി കൂടെ ടീമൊക്കെ വരുന്നുള്ളൂ. കുഞ്ഞു ബേബിക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞു ബേബിക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റൂല, അലൗഡ് അല്ല. അതാണ് ഇത്തിരി സാഡാണ് നമ്മുടെ ഹേഷു ബേബി. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോലിപ്പോപ്പ് മേടിക്കും. കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ കുഞ്ഞിക്ക് ചിരി വരുന്നുണ്ട്, സ്മൈൽ ചെയ്യും അല്ലേ. ഇങ്ങനെ കുറേ സ്വാനൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമ്മുടെ ടീം കയറാൻ പോവാണേ. ആടാ
നമ്മുടെ ടീം കയറാൻ പോവാണേ. നമ്മുടെ ടീം കയറാൻ പോവാണേ. കുഞ്ഞി ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് പറ കുഞ്ഞു. Smile, smile. Smile, smile. Be happy. Be happy. അങ്ങനെ നമ്മുടെ ടീം കയറാൻ പോവാണ്. നമുക്ക് ആക്ച്വലി നമ്പർ 1 അല്ല, നമ്മുടെ ബോട്ട് നമ്പർ 2 ആണ്, നമ്മുടെ ഡ്രാഗൺ ബോട്ട്. അപ്പം നമുക്കൊരു ഡ്രമ്മർ ഉണ്ടാവും ഈ ഒരു താളത്തിൽ പോവാൻ വേണ്ടിയിട്ട്, ആ ഒരു റിതം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടുതലും നൈസ് എന്നുള്ള ആൾക്കാരാണ്. നമുക്ക് ജേഴ്സി ഇല്ലാത്തവണ്ണം ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആൾക്കാരെ. അതാണ് നമ്മുടെ ടീമിൻ്റെ പ്രത്യേകത. കാക്കി കൂടെ ഇവിടെ ടീമാണ് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ ഇവർ ഓരോ പൊസിഷനിങ് വെച്ചിട്ടുണ്ട്, 1 2 3 4. ഈ ട്രെയിനർ ഒരു ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതിൽ ഓരോ പൊസിഷൻ ഇരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇനി ഞാൻ ഇരുന്ന് കഴിഞ്ഞ് സെറ്റായിട്ട് കഴിഞ്ഞിട്ട് കാണാം. അടുത്ത ടീം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, സിറ്റി വെസ്റ്റ് ആണ്. അവർ നമ്പർ 3 ബോട്ട് 3 ആണ്. നമ്മുടെ ക്രിസ്റ്റീം വേറൊരാളാണ് ഫ്രണ്ടിൽ, പപ്പ 3rd റോയില്, നമ്മുടെ അബ്രാം ചേട്ടനും ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോയിലും 3rd റോയിലാണ് ഇരിക്കണത്. നമ്മുടെ അടുത്ത ഒപ്പോണൻസ് വരുന്നുണ്ട്, ഓംബ്രേ ടീം. അവർ നമ്പർ 1 ആണ് ബോട്ട്. അവരും ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ജസ്റ്റ് ഇവിടുന്ന് അവർ തുഴഞ്ഞ് ആ മെയിൻ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ വരെ പോകും. അവിടെയാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. 200 മീറ്ററാണ് അതിൻ്റെ റേസ് തന്നെ. ഇതാണ് നമ്മുടെ ടീം. ക്രിസ്റ്റി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ആ ഗ്രീൻ ക്യാപ്പ്. ഇതാണ് നമ്മുടെ അബ്രാം ചേട്ടൻ, ഇവിടെ ബ്ലൂ ടീഷർട്ട്. പിന്നെ അതേ നമ്മുടെ പപ്പ. നമ്മൾ കേരളത്തിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. സ്പൈഡർ വെബിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ഹീസ് ബേബി. പേടിക്കണ്ട കേട്ടോ, അതൊന്നും ചെയ്യില്ല. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ബോട്ട്. Push off on the rise. Use your paddles to push off the pontoon for me. Push off. Push off. Paddle forward. കണ്ടോ കണ്ടോ കഴിഞ്ഞു. എനർജി വേസ്റ്റ് ആക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി. താളത്തിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ ടീം പോവാണ്. പോയി അങ്ങനെ ദൂരെ 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 അവരിഞ്ഞ് മൊത്തം ഈ ചുറ്റി അത്യാവശ്യം ചുറ്റണം, ചുറ്റി വരണം. വേറെ കുറെ ടീംസ് ഉണ്ട്, ഒത്തിരി ടീംസ് കോമ്പീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കാണാം, ഇത് വാശിയേറിയ മത്സരം തന്നെയാണ്. ഇന്ന് കാണുന്നതാണ് നമ്മുടെ ടീം. മറ്റേ ടീമും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോമ്പറ്റീറ്റർ. അപ്പൊ ഇവര് 3 പേരാണ് മത്സരിക്കുക. ഇതിൽ ആരാ ജയിക്കുക നമുക്ക് നോക്കാം. അതിനനുസരിച്ചായിരിക്കും അടുത്ത റൗണ്ട് പോവാ. അങ്ങനെ Indian community and Malayalees in City West. അപ്പോൾ ഇവിടെയാണ് അവർ റേസ് ചെയ്യുക. 1 2 3 ആയിട്ട്. നമ്മൾ സെക്കൻഡ് ടീമാണ്. 2 ആണ് നമ്മുടെ നൈസ് ടീം. ബ്ലൂ ടീമാണ് സിറ്റി വെസ്റ്റ്. മറ്റേ ടീം അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ബ്രിഡ്ജിലും ഇപ്പൊ നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് വന്നാണ്. അമ്മ ദേ അവിടെ താഴെയുണ്ട്. താഴെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ആവറായി. തട്ടരുത് കേട്ടോ.
Let's give them a big size of encouragement as they race down the 200 meters here today. They are next Cheer, 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 cheer. Yeah! team is അതാന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് ഡ്രസ് പോലും ഇല്ല കുഞ്ഞി. വിത്തൗട്ട് ജേഴ്സി വി വോൺ. ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അമ്മ മേടിച്ചേരാ, ഞാൻ പറഞ്ഞില്ലേ. അതെ അമ്മ, അതെ എല്ലാവരുടെ ബാഗൊക്കെ ചുമന്ന് നടക്കാണ്. അമ്മ ഒന്ന് ഹായ് ഹായ് പറയാ. അമ്മ ഹായ് പറയാ. ഹായ്. ഓക്കെ, അപ്പോൾ ഞങ്ങളും ഓർത്തു നമ്മുടെ ടീം ഫസ്റ്റാണ്. നമുക്ക് ഫസ്റ്റ് അല്ല, സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് കാണാൻ പോവാം. എന്തായാലും കാക്കി കൂടെവിടെ ടീമിന് അങ്ങനെ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് കുഞ്ഞി. ഈ റൗണ്ടിൽ കേട്ടോ, ഇത് വെറും ഒരു തുടക്കം മാത്രം. എന്തായാലും നോട്ട് ബാഡ്. 1.9 എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ടീമിനെ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം എവിടെയാണ്. അങ്ങനെ മത്സരം കഴിഞ്ഞ ടീം വീണ്ടും തിരിച്ചിവിടെ എത്തി. അപ്പൊക്കെ കൺഗ്രാറ്റുലേഷൻസ് കൊടുക്ക്. എക്സ്പീരിയൻസ് പറയൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു തുഴഞ്ഞ എക്സ്പീരിയൻസ്? ഇറങ്ങി പറഞ്ഞ തുഴയാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുറകിലുള്ളവരൊന്നും നോക്കാൻ സമയമില്ല. തോക്കുന്നൊരു വിചാരത്തിൽ എന്നിട്ട് നിങ്ങളുടെ അബ്രാം ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഫ്രണ്ടിലുള്ള ആള് അവർക്കൊന്നും നോക്കാതെ തുഴയും, ബാക്കിലുള്ള ആൾക്ക് ആ ഫ്രണ്ടിലുള്ള ആളുടെ സിംഗിൾ വയ്ക്കാൻ ബാക്കിയുള്ള ആളുടെ സിംഗിൾ പോവാ. ഓക്കെ, നമുക്ക് കുറെ തവണ ഇത് തട്ടുന്ന ഒരു ഫീലിംഗ് അവസാനമായപ്പോ പിന്നെ ഞാൻ പുറത്തു കൂടെ തുഴയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എത്ര സെക്കൻഡ്സ്, എത്ര ടൈമിനുള്ളിലാണ് നിങ്ങൾ? 1.09. ഓക്കെ, മിനിറ്റ്സ്. ഓക്കെ, അത് മറ്റേ ടീം 8.5. സോ കുറച്ച് മില്ലി സെക്കൻഡ്, 5 മില്ലി സെക്കൻഡിനാണ് ഞങ്ങളുടെ ടീം ലോസ്റ്റ് ചെയ്തത്. കാക്കേ കൂടെ ഇവിടെ നിങ്ങൾ നിരാശപ്പെടരുത്. ഇനിയും 2 റൗണ്ട് ഉണ്ട്. കാക്കേ കൂടെ ഇവിടെ നിങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ച് നിങ്ങൾ മുന്നേറണം. പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? പപ്പയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ പ്ലീസ്. തിരിഞ്ഞ് ഷെയർ ചെയ്യൂ പപ്പ, തിരിഞ്ഞ് ഷെയർ ചെയ്യൂ. കമോൺ. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പപ്പ ഇത്തിരി നിരാശയിലാണ്. ഞങ്ങളുടെ കാക്കേ കൂടെ ഇവിടെ ടീം. എന്നാലും ഞങ്ങൾ കേരളത്തിന്റെ ഇറക്കുമതി ചെയ്ത ഞങ്ങളുടെ ടീമിലെ മെമ്പറാണ്. ഓർത്ത് ഇത് പാട്ട് കോമ്പറ്റീഷനാണ്. അങ്ങനെ ഞങ്ങളുടെ ഇസക്കുട്ട ആദ്യം വിചാരിച്ചു ഇത് പാട്ട് കോമ്പറ്റീഷനാണ്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ബോട്ട് റേസ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന്. അവൾക്ക് ലോലിപോപ്പ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ലോലിപോപ്പ്. ഹാപ്പി? കുഞ്ഞി ഹാപ്പിയായി. നമ്മുടെ ടീമാണ് 3 ആണ് ഇപ്രാവശ്യം. 3. Come on guys! Yeah! സിങ്കായി പോണട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സിങ്ക് ഓർമ്മ സിങ്ക്.
ഇതിപ്പോ സെക്കൻഡ് റൗണ്ട് ആണ്. ഇങ്ങനെ 3 റൗണ്ട് അവര് ഇത് തുഴഞ്ഞിട്ട് അതിലെ ബെസ്റ്റ് ടൈമിംഗ് ആണ് അവർ സെലക്ട് ചെയ്യുക. അതിൽ 3 റൗണ്ട് പോകുമ്പോൾ അതിലത്തെ 2 റൗണ്ട് ഓരോ ടീമിൻ്റെയും സെലക്ട് ചെയ്യും. എന്നിട്ട് എല്ലാ ടീമിൻ്റെയും കൺസിഡർ ചെയ്തിട്ട് ഒരു 22-23 ടീംസ് ഉണ്ട് മൊത്തത്തിൽ. ഈ ബുഷിൻ്റെ ബാക്കിൽ കൂടെ അവർ തിരിഞ്ഞ് ഇവിടേക്ക് വരും. പിന്നെ അവിടെ ആ അറ്റം വരെ തുഴഞ്ഞു പോകണം. എന്നിട്ട് അവിടെ നിന്ന് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് സെയിം പോലെ പതുക്കെ പോയാൽ മതി. പതുക്കെ. Come on guys, ഇപ്രാവശ്യം കപ്പ് കൊണ്ടുവരണം. Come on guys. അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ബോട്ടാ. അത് ഇവര് എനിക്ക് താഴെ വീണ് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വരാണ് ബോട്ട്. നമ്മുടെ ടീം പോവാണേ. നമ്മുടെ ടീം പോവുക. അവർ തിരിയും. വിക്ടറി, അപ്പക്ക് വിക്ടറി. വിക്ടറി ഫോർ അപ്പ. വിക്ടറി ഫോർ അപ്പ. കണ്ടോരാ. ഇപ്പോൾ ഇതേ നമ്മുടെ സെക്കൻഡ് ടീം പോയി. ഇപ്പം ഇതുപോലെ നമ്മുടെ ടീമും ഇപ്പോൾ ഇതേ ഇവിടെ തുഴഞ്ഞു വരും. അതല്ല നമ്മുടെ ടീം. ഇത് കഴിഞ്ഞ് വരും. ദേ നമ്മുടെ ടീം ബാക്കിലുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ടീം ആ ബുഷിൻ്റെ ബാക്കിൽ കൂടെ ഇപ്പോൾ ദേ തുഴഞ്ഞ് എത്തി. ഇനി നമ്മൾ ബ്രിഡ്ജിൽ പോവാണ്. ബ്രിഡ്ജിലാണ്, അവിടെയാണ് അതിൻ്റെ ഫിനിഷിംഗ് ലൈൻ. അപ്പം അങ്ങോട്ട് പോവാം. നല്ല രസമുള്ള കാഴ്ചയാണ്. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ. ഇപ്പം കോമ്പറ്റീഷൻ അല്ല, ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോഴാണ് കോമ്പറ്റീഷൻ കേട്ടോ. അപ്പം അങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ടീം അവിടെ എത്തി. അവിടെ നിന്നാണ് റേസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് കാണാൻ നിൽക്കുന്ന പ്രേക്ഷകർ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്, നമ്മുടെ ഫ്ലാഗില് ഇന്ത്യൻ ഫ്ലാഗ്. ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ്റെ ആണ് ഈ ഇവന്റ്. നമ്മുടെ ഇന്ത്യൻ ഫെസ്റ്റിവലാണ് വള്ളംകളി. ഇത്രയും ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ അതേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കേസ് അപ്പേനെയും അപ്പാപ്പേനെയും നമ്മുടെ അബ്രാഞ്ചേട്ടനെ ചെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞ് ചെയർ ചെയ്യണം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ടീം 3 days. Come on, കുഞ്ഞി ചെയർ. ഇപ്പൊ വരും. Come on. Come on. Nice. Come on, nice. Come on. അയ്യോ, ഇപ്രാവശ്യം ലാസ്റ്റ് ആയി പോയി കുഞ്ചി. Come on, nice. Come on. Nice. Come on, ഇതാ. Nice. Second. അയ്യോ, ഇതാടാ നമ്മള്. ഇതാടാ. Nice second. Yay. Nice second. ാണ് നമ്മൾ ഒരു സെറ്റ് ഇഡ്ഡലിയും ഇതൊക്കെ മേടിച്ചു. ചട്നിയൊക്കെ €7 ആയിരുന്നു. നമ്മൾ കഴിച്ചു. അത് പക്ഷെ റെക്കോർഡ് ചെയ്തില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ടീം എപ്പോഴും സെക്കൻഡാണ്. എന്തെന്നറിയില്ല, നമ്മളെപ്പോഴും സെക്കൻഡാണ്. നമുക്ക് നോക്കാം സ്കോർ ഇത്തവണ എത്രയെന്നൊന്ന്. അങ്ങനെ ഞങ്ങളുടെ ടീം തിരിച്ച് എത്തി. ഞങ്ങൾ വീണ്ടും സെക്കൻഡാണ്. സെക്കൻഡ്. ഞങ്ങൾ സെക്കൻഡ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ സെക്കൻഡ് ഓർത്തി. നമ്മുടെ ടീം തിരിച്ചെത്തിയിരിക്കുന്നു. ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഊരി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ സെക്കൻഡ് അടിച്ചിരിക്കുന്നു. ഞങ്ങൾ സെക്കൻഡ് വിട്ടുകൊടുക്കുന്നില്ല. സെക്കൻഡ് അല്ലല്ല. ഈ വർഷം കേരള ഹൗസിന്റെ കാർണിവൽ നടക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. 1000-ലധികം കാർ പാർക്കിങ്ങിനും ഉള്ള സൗകര്യമാണത് അവിടെ നടക്കുക. ഇത്തവണ നമ്മളെ നാസ് ഇന്ത്യനാണ്.
10537 ആണ്. സെക്കൻഡ് ജസ്റ്റ് 0.3. സെവൻസ് 110. അവരും ഇമ്പ്രൂവ് ചെയ്തു, അവര് ഇമ്പ്രൂവ് ആയി. അവര് പക്ഷെ നല്ല ഇമ്പ്രൂവ് ആയി. നിങ്ങൾ കുറച്ച് വ്യത്യാസം വന്നുള്ളൂ. അപ്പോൾ നമുക്ക് 105.37. നേരത്തെ നമ്മൾ എവിടെയായിരുന്നു? നേരത്തെ നമ്മൾ 109. അപ്പം ഇത് ഒരു റേസും കൂടി ഉണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മുടെ ഓരോ ടീമിൻ്റെയും ബെസ്റ്റ് 2 എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഫൈനലി എല്ലാ ടീമിൻ്റെയും നോക്കിയിട്ട് അതിലെ ബെസ്റ്റ് 3 ആണ് ഫൈനൽസ് മത്സരിക്കുക. സോ നോക്കാം. ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു 56 ഉണ്ട്. കുട്ടനാട് ബോട്ട് ക്ലബ്ബാണ്. പിന്നെ ഇവിടെ മാഹാ ബോട്ട് ക്ലബ് 56.91. ഇവിടെ 56.88. പിന്നെ ഒരു പുന്നമട ബോട്ട് ക്ലബ്ബ് 57.82. ഇപ്പോൾ ഇവർ തന്നെയാണ് മിക്കവാറും ഫൈനൽ 3 വരാൻ സാധ്യത. എങ്കിലും നമ്മൾ ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്തു. രണ്ടാമത്തെ വട്ടം മാഹ 56 ആണ്. അവരത് വെച്ച് രണ്ടും ഓക്കെ. ഭയങ്കര കൺസിസ്റ്റൻസിയാണ് അവരുടെ ഒരു കീ. ഇപ്പോൾ ടീംസ് മൊത്തം ഈ കോമ്പറ്റീഷനിലെ ടീം 21 ടീംസ് ഉണ്ട്. ആഹാ ബോട്ട് ക്ലബ്ബ് നമ്മുടെ എവിടെയാണ്? നമ്മുടെ നാസ് 11. അങ്ങനെ 21 ടീംസാണ് അതിൽ മത്സരിക്കണത്. സ്ട്രോബെറി വേണോ? Okay, guys. സെലിബ്രേറ്റ് ചെയ്തു. കളി കഴിഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ കുഞ്ഞിക്ക് ഇവിടെ വന്നപ്പോൾ ഈദൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടി. അവർ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ബലൂണ് കളിക്കുന്നുണ്ട്, പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ. കുഞ്ഞി സ്മൈൽ സ്മൈൽ സ്മൈൽ. ഈദൻ സ്മൈൽ. ഈദൻ സ്മൈൽ. ഈദൻ സ്മൈൽ. ഈദൻ സ്മൈൽ. ഫ്രഞ്ച് ആയില്ലേ? ബൂം. ഒന്നുകൂടി കാണിക്കും. ബൂം 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 ബൂം. ഒന്നുകൂടി. ബൂം. കറക്റ്റ്. ഇനി നിങ്ങളെ ഫയരെ ഫയരെ ഫയരെ. ബാക്കിൽ തൊഴണില്ല. ഇത് തോറ്റ ടീമാണ്, എങ്കിലും അവർ ഒട്ടും പോഷില്ല. അവർ എൻജോയ് ചെയ്യാണ്. ഇവിടെ എൻജോയ്മെൻറ്റിലാണ് കാര്യം. 8 നിലയ്ക്ക് പൊട്ടിയതാണ്. നമ്മുടെ നാസ് ടീമിൻ്റെ കൂടെ 3rd പൊസിഷനിൽ നിന്ന ടീമാണ്. പൊട്ടി, എങ്കിലും അവരുടെ ഗെയിം സ്പിരിറ്റാണ്. Just a reminder for spectators here that there is a special dance taking place just down outside. ഒരു ടീം പോയി. അങ്ങനെ നമ്മുടെ ടീമിൻ്റെ 3rd റൗണ്ട് പോവാണ്. റൗണ്ട് 3. സോ നമ്മുടെ ടീം പോവാണ്. ഇന്ന് ബോട്ട് 1 ആണെന്ന് തോന്നുന്നു, അറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇത് പുന്നമടം ബോട്ട് ക്ലബ് ടീമുണ്ട്. മറ്റേ ടീം പേരറിയില്ല. ആൻഡ് നമ്മുടെ നെയ്സ്കം. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റിനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോട്ടിലോട്ട് പോകുന്നു. റൗണ്ട് 3. Here we go, round 3. Are you excited, Hazel and Ethan? Are you excited? Yay! Let's see.
Nace is boat 1. Nace is boat 1. Okay? Boat 1. That's our boat. Nace is going to the boat 1. Ponnamada. Yay! It's Ponnamada team. Ba, ini ba? Catch hands. Ponnamada. Come here. Come on, guys. Best of luck. Yappa. Last round ആണ്. All the best. All the best, Team Nace. All the best. Come on, go for it. Come on, guys. Come, Hazel. Va. Go. Can you please come to boat marching? Boat Club and Luton Malayali Club, please come to boat marching. അത് നമ്മുടെ ബോട്ട് 2 ആണ്. നമ്മൾ ബോട്ട് 1-ലാണ്. Teams from Team 1. Indian community, നമ്മൾ ടീം 1. Indian community, and പുന്നമട ടീം 3. അടുത്തത് നമ്മുടെ ടീമാണേ. നമ്മുടെ ടീം ഇപ്പോൾ വരും. അപ്പം ചേറിയാണ് കേട്ടോ, ചേറിയാണ് നമ്മൾ. എവിടെയാ കാണാനില്ല. ബുഷിന്റെ അടിയിലാണ് അവര്. ബുഷിന്റെ അവിടെ ഹൈഡ് ചെയ്യാണ്. ഷൗട്ട് എന്റെ ഒപ്പം നടക്കണേ. വാ അപ്പൊ അവര് ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. സോ ലെറ്റ്സ് go to the bridge and see the final round. Are you excited? Yeah! Come, let's go. അവിടെ നിന്നാ Indian flag. Yay! Come on! Yay! Yeah! Come on! Yeah! Come on! Yeah, come on! Guys, come on! Come on! Up! Come on! Come on! Yeah! Come on! നമ്മള് തേർഡായി. തോറ്റു അല്ലേ? അയ്യോ ഇല്ല, നമ്മള് തോറ്റു. ഇപ്രാവശ്യം തോറ്റു. വിന്നായോ? പപ്പ വിന്നായോ? ആണോ? പപ്പ ഫസ്റ്റ് ആയോ? From Carlo and bye from Chrisant Diary. Bye bye Kunyi, say bye. Bye bye Abranjeta. Bye, see you. Hesu. There was once a day that I would pray for you. I'd go and misbehave just so you notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine,
I'm so late, you sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if